അപ്പോൾ നമ്മളിതാ നമ്മുടെ സ്റ്റുഡിയോയിലാണ്. കണ്ടില്ലേ, വേർത്ത് ആകെ ചീഞ്ഞിരിക്കുകയാണ് ഗൈസ്. ബിക്കോസ് നാളെ നമ്മുടെ ഫസ്റ്റ് കൊറിയോഗ്രാഫി വർക്ക്ഷോപ്പാണ്. സോ അതിൻ്റെ പ്രാക്ടീസ് സെഷൻ്റെ ഇടയിലായിരുന്നു. ആൻഡ് മൈ ക്രൂ ഈസ് ഹിയർ. കണ്ടോ, എൻ്റെ പിള്ളേരെല്ലാവരും അത്ര ടയർഡായിട്ടൊന്നുമില്ല അല്ലേ? ഞാൻ മാത്രമേ ഉള്ളൂ ഗായ്സ് കഷ്ടപ്പെട്ട് പണിയെടുത്തത്. ആ വേർത്ത് ഒലിച്ചിരിക്കുന്നത് ഉമ്മാര് വെറും തട്ടിപ്പാണ് ഗായ്സ് അല്ലേ. ഇത് പരിചയപ്പെടുത്തി തരാം. ശ്രീശാന്ത്, സായൂജ്, അനിരുദ്ധ് നമ്മുടെ എഡിറ്റർ ആണ്. ആക്ച്വലി നമ്മുടെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് കൊളാക്കിക്കൊണ്ടിരിക്കുന്നത് അനിരുദ്ധാണ്. ഇപ്പോഴാണ് ഇവന്റെ മുഖം ഒന്ന് എനിക്ക് വ്ളോഗിൽ കാണിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോസിലൊക്കെ എന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെങ്കിൽ അത് ഇവന്റെ ചുമതലയാണ് കേട്ടോ ശരിയാക്കാന്നുള്ളത്. ഇവ മാത്രമാണ് കാരണക്കാരൻ. ആൻഡ് ഇത് നമ്മുടെ ഭഗത് സിംഗ് അല്ല, വണ്ണാനുള്ളി ഭഗത്. ഓക്കെ, അപ്പൊ നമ്മള് നാളത്തെ കൊറിയോഗ്രാഫി വർക്ക്ഷോപ്പിന് സെറ്റ് അല്ലേ? നമുക്ക് ഒരു സെറ്റ് അല്ലേ? അതെ, പവർ ഇല്ല. യെസ്, അപ്പൊ നമ്മള് ഗൈസ് എനിക്ക് പനിയാണ് ആക്ച്വലി. അതുകൊണ്ട് നന്നായിട്ട് പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പനിയാണെന്ന് വിചാരിച്ചാൽ മതി. ആൻഡ് ഒളിഞ്ഞിരുന്ന് അതെ നോക്കുമ്പോണ്ടല്ലോ ഡാൻസ് കളിക്കണേ. ക്യാമറ ഓഫ് ചെയ്യുമ്പോ രാമുടനെ വേവക്കട് പറ, എന്തേലും പറ. നമ്മുടെ സ്റ്റുഡിയോന്റെ ഫസ്റ്റ് വർക്ക്ഷോപ്പാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ബുദ്ധി ഇവിടെ നിന്നാണ് വേഗം തന്നെ വർക്ക്ഷോപ്പ് ചെയ്യുന്ന പറഞ്ഞിട്ട് പറഞ്ഞോണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്യാമറമാൻ ഗാരി ഇനിയിപ്പോ എല്ലാവർക്കും അറിയാം. സോ അങ്ങനെയല്ല, ഗാരിനെ എല്ലാവർക്കും അറിയാന്ന് പറഞ്ഞാണല്ലോടാ. അത് തന്നെ. യെസ്. സോ ഗൈസ്, അപ്പൊ നമുക്ക് ഒരു തവണയും കൂടെ പ്രാക്ടീസ് ചെയ്യാം അല്ലേ? കഴിഞ്ഞില്ലേ? അപ്പൊ എഡിറ്റിംഗില് ഒരു തവണ. ഓക്കെ ഗൈസ്, അപ്പൊ വിൽ ഡു വൺ മോർ ടൈം. ഓക്കെ, എല്ലാരും ഇപ്പൊ പോയി പ്രാക്ടീസ് വീഡിയോ കണ്ടിട്ട് നാളെ നമുക്ക് വീഡിയോയിൽ കാണാം. നമ്മുടെ ഷോക്കേസിംഗ് വീഡിയോ ആണ് അതെ. യെസ്, ഉടനെ വരുന്നതാണ് ഗൈസ്. ഗൈസ്, അപ്പൊ നാളെ വർക്ക്ഷോപ്പിന് ഔട്ട്ഫിറ്റ് പ്ലാൻ ചെയ്തിട്ടില്ല. എനിക്കെല്ലാം തലേ ദിവസം പ്ലാൻ ചെയ്തതാ ഇഷ്ടം. അപ്പൊ നമ്മള് കുലുക്കൊന്ന് നിക്കട്ടെ, ഇല്ലെങ്കിൽ ക്യാമറ ഇങ്ങനെ ഗൈസ്, അപ്പൊ നമ്മള് പിള്ളേരെ കൊണ്ടുപോയി റൂമിലാക്കിയിട്ട് നമ്മള് പോയിട്ട് നമുക്ക് ഡ്രസ് വാങ്ങിക്കാൻ പോണം. ഇവിടെ ഇറങ്ങിപ്പോക്കോ പാരി ഇറങ്ങിയാലും ഒന്ന് ഇറങ്ങിപ്പോടാ. നാളെ നേരത്തെ എത്തണേ. നാളെ രാവിലെ എത്തണേ. നിന്റെ എടാ ഒരു ലൈറ്റ് ഇട കൊടുത്തേ ഇങ്ങനെ ഇതുണ്ടെങ്കിൽ, അപ്പൊ നിങ്ങളെ കാണുമല്ലോ. അല്ലെങ്കിൽ നിങ്ങളെ അനിയാട്ടം നിങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയും. കാണുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അവരൊന്നും കാണുന്നില്ല. ചേച്ചി ഒന്നുമില്ല, അവരെ കണ്ട് കട്ട് ചെയ്യാം. റെക്കോർഡല്ലല്ലോ അല്ലേ? അല്ലേ, ഇതൊന്നും അറിയുന്നില്ലല്ലോ അല്ലേ? എന്നാ മോനെ ക്യാമറ വെച്ച പിന്നെ എന്താ സ്നേഹം എന്ന് പറയാ. ഇത്രയും നേരം അവനെ പറ്റി ചീത്ത പറഞ്ഞാ നീ നടുക്കിക്കുന്ന മുടി വളർത്തിയ കണ്ടാ. രണ്ടുപേരും മുടി വളർത്തിയിട്ടുണ്ട്. രണ്ടുപേരും മുടി വളർത്തിയിട്ടുണ്ട്. അപ്പൊ ഞാനെന്താ പറഞ്ഞത്? ബാക്കിലിരിക്കുന്നേ പറഞ്ഞു, ബാക്കിൽ മുടി വളർത്തിയെന്നേ പറഞ്ഞുള്ളൂ. രണ്ടാളും പറയേ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളായിട്ടെല്ലാം പറയുന്ന. പിന്നെ ഗായ്സ്, നമ്മളിതാ ലുലുവിൽ പോയിട്ട് ഞാൻ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സും പിന്നെ ഒരു ഔട്ട്ഫിറ്റും വാങ്ങിച്ചു. അപ്പം ഞാൻ നാളെ അത് വർക്ക്ഷോപ്പിന് കാണിച്ചു തരാം കേട്ടോ ഏതൊക്കെയാണെന്ന്.
അമ്പോ അടിപൊളി സൗണ്ടാണ്. നല്ലൊരു ക്രൗഡ് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ ഇത്ര സൗണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. സോ ഇറ്റ്സ് മീ വൃന്ദ അർജുൻ. അറിയാവോ? അറിയാം. സ്റ്റുഡൻസിനൊക്കെ അറിയണ്ടാവും, ബാക്കിയുള്ളവർക്ക് അറിയാം. അപ്പൊ നിങ്ങൾ ചിലപ്പോ വീഡിയോസിലൊക്കെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. സോ ഫസ്റ്റ് ടൈം ആണല്ലേ നമ്മൾ മീറ്റ് ചെയ്യുന്നത് അല്ലേ? സോ ദിസ് വർക്ക്ഷോപ്പ് ഇസ് വെരി സ്പെഷ്യൽ ഫോർ അസ്. ഞങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്കും അത് സ്പെഷ്യൽ ആവട്ടെ. ബിക്കോസ് നമ്മുടെ അർജുൻ ആർട്ട് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ വർക്ക്ഷോപ്പാണ്. ആൻഡ് ഐ എം സോ ഹാപ്പി യു ഗൈസ് ആർ ഹിയർ. താങ്ക് യു സോ മച്ച്. സോ നിങ്ങൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം കേട്ടോ. കാരണം വേറൊന്നുമല്ല, നമ്മൾ വളരെ ഷോർട്ട് നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ്. ജസ്റ്റ് 4 days ഹെഡാണ് നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും പറയുന്നത്, ഇൻഫോം ചെയ്യുന്നത്. സോ ആ വിത്തിൻ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം എല്ലാവരും വന്നതിന് ഒരുപാട് സന്തോഷം. അത് മാത്രമല്ല, ഈ ഒരു ക്ലൈമറ്റിന്, അതായത് ഒടുക്കത്തെ മഴ പുറത്ത്, ഞാൻ രാവിലെ എണീച്ചപ്പോൾ എൻ്റെ പൊന്നോ ഇത് ആരും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഈ ഒരു മഴയത്ത് ഇവിടെ വരെ കഷ്ടപ്പെട്ടു വന്ന എല്ലാവർക്കും പിന്നെയും താങ്ക്സ് ഗൈസ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ചുമക്കുന്നുണ്ടാവും, വേറൊന്നുമല്ല. ഇന്നലെ രാത്രി പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു പോയപ്പോൾ പനിയായിരുന്നു. പനിച്ച് ബോഡി പെയിൻ ആയിട്ടാണ് പോയത്. ഈവൻ ഇവിടെ കയറി വന്നപ്പോൾ പോലും നടക്കുമോ അങ്ങനത്തെ രീതിയിലാണ് കയറി വന്നത്. പക്ഷെ ഇവിടുത്തെ ക്രൗഡ് ഈ സൗണ്ട് കേട്ടപ്പോൾ ഐ എം സോ ഹാപ്പി. ആൻഡ് എനിക്കിപ്പോ എനർജി വന്നിട്ടുണ്ട് ഗൈസ്. സായൂഷ് ഭഗത് ആൻഡ് ശ്രീശാന്ത്, ഗൈസ് ഗിവ് എ റൗണ്ട് ഓഫ് അപ്ലോസ് ടു ദം. സോ ഇവരാണ് എൻ്റെ ടീം മെമ്പേഴ്സ്. ഞാൻ വാം അപ്പ് ചെയ്യുമ്പോൾ ഇവരായിരിക്കും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടാവുക. സോ എനി ഡൗട്ട്സ് നിങ്ങളുടെ അടുത്ത് വന്ന് ഇവർ ഗൈഡ് ചെയ്തു തരും. എനി ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് ചോദിക്കുക. ഓക്കെ, സോ ഇവരായിരിക്കും ഫസ്റ്റ് വാം അപ്പ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുക. സോ ജസ്റ്റ് ഒരു വാം അപ്പ് അല്ലാതെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്ട്രെച്ചിങ് അല്ലാതെ കുറച്ച് ഫൗണ്ടേഷൻസ് ഒക്കെ നമുക്ക് പഠിച്ചതിന് ശേഷം കൊറിയോയിലേക്ക് പോകും. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ? ചുമ്മാ വന്ന് എന്തെങ്കിലും ഒരു കൊറിയോ പഠിച്ച് നാളെ പോയി റീല് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ വന്നത്. എന്തെങ്കിലും ഇവിടെ നിന്ന് നമുക്ക് പഠിച്ചിട്ട് പോകണ്ടേ? ഓക്കെ, സോ അതും കൂടെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം എല്ലാവരും കോപ്പറേറ്റ് ചെയ്യില്ലേ? ഓക്കെ. ഇതറിയില്ലേ? അയ്യോ പരിചയം. ഇത് എൻ്റെ എല്ലാ വീഡിയോയിലും ഉണ്ടാവുന്ന ഒരാളാണ്. ചിലപ്പോൾ നിങ്ങൾ എൻ്റെ വെഡിങ് വീഡിയോ കണ്ടിട്ടുണ്ടാവും. ആ വെഡിങ് വീഡിയോയിലുള്ള ഒരാളാണ്. എന്നാലും ഞാൻ പരിചയപ്പെടുന്നുണ്ട്. ദിസ് ഇസ് മൈ ഹസ്ബൻഡ് അനുപ്രസാദ്. ഓക്കെ, രാമൂട്ടൻ. അങ്ങനെ പറഞ്ഞാൽ ആയിരിക്കും എല്ലാവരും അറിയുന്നുണ്ടാവുക. ഈവൻ പിള്ളേരൊക്കെ ആണെങ്കിലും, സോറി ഞാൻ ബ്ലോഗിംഗ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് അറിയാതെ ഇങ്ങനെ ഒരു കഥ പറഞ്ഞുകൊണ്ട് പോകും. അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട് ഗൈസ്. ഓക്കെ, സോ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് സെഷൻ ആയിട്ടുള്ള വാം അപ്പ് ആൻഡ് സ്ട്രെച്ചിങ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ കൊറിയോഗ്രഫിയിലേക്ക് പോവാണ്. സോ സോങ് റിവീലിംഗ് അല്ല, നമ്മൾ ഫസ്റ്റ് കൗണ്ട് പഠിപ്പിച്ചതിന് ശേഷം ചെയ്യാവുന്നതാണ് വിചാരിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് ദി പ്രോസസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി കൊറിയോ. ഓക്കെ, സോ ഗൈസ്, നമ്മൾ ഒരു ഇൻഡോ വെസ്റ്റേൺ ടൈപ്പ് ഒരു കൊറിയോഗ്രഫിയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഓക്കെ, സോ കൊറിയോഗ്രഫിൻ്റെ ബേസിക്സ് ലൈക്ക് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 3 ടേംസ് ഉണ്ട്. ഓക്കെ, എന്താണ് അത് ഫൗണ്ടേഷൻസ് ആണ്. സോ ലൈക്ക് നമ്മളൊരു കൊറിയോഗ്രഫി, ഏതൊരു കൊറിയോഗ്രഫി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 3 കാര്യങ്ങളുണ്ട്. ലെവൽ, ആംഗിൾ, ഡയമെൻഷൻ അഥവാ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ 3 കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യം ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു കൊറിയോഗ്രാഫിയും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ലെവൽ ലൈക്ക് നമ്മൾ ഏത് ലെവലിൽ ഹാൻഡ്സ് പിടിക്കുകയാണ്. ഇപ്പോൾ ലൈക്ക് നമ്മളിപ്പോൾ ചെസ്റ്റ് ലെവൽ, ഓക്കെ, ഹെഡ് ലെവൽ, ഓക്കെ, ഇതൊക്കെ നമ്മൾ ചെസ്റ്റ് ലെവലിൽ ഇപ്പം ഞാൻ പിടിക്കുന്ന സമയത്ത് നിങ്ങൾ അതുപോലെ ഹിപ്പ് ലെവലോ അല്ലെങ്കിൽ നെക്ക് ലെവലോ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്, സിംഗിൾ ഡിഫറൻസ് ആയിരിക്കും അല്ലേ? ഇഫ് ദ ഹാൻഡ്സ് ആർ ലൈക്ക് ദിസ്, ലൈക്ക് 2, 3, 4 ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സീ ദ ആങ്കിൾ. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ പിടിക്കുന്നതും ഇങ്ങനെ പിടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, സോ നമ്മളിപ്പോൾ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ആങ്കിൾസ് ഹാവ് ടു ബി ഫോളോ കറക്റ്റ്ലി. സിമ്പിൾ കൊറിയോ ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കൊറിയോ ആണ്. ഓക്കെ, അത് ഇപ്പോൾ നമുക്ക് സ്റ്റെപ്സ് പഠിപ്പിച്ചു തരാൻ പറ്റും, സ്റ്റെപ്സ് പഠിച്ചു തരും. പക്ഷേ ഗ്രൂവ്, ദാറ്റ് സ്റ്റൈൽ അത് നിങ്ങളുടേത് സെൽഫാണ്. അത് നിങ്ങൾ ഇംപ്രവൈസ് ചെയ്തെടുക്കണം. വാട്ട് ഇസ് ഇംപ്രവൈസേഷൻ? ലൈക്ക് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഇടുക അല്ലേ? അതിനാണ് നമ്മൾ ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത്.
കൊറിയ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. സോ വാട്ട് ഇസ് ദ നെക്സ്റ്റ്? ഷോക്കേസിങ്. നമ്മൾ ഷോക്കേസ് ചെയ്യാൻ പോവാണ്. പഠിച്ചേക്കുന്നത് നമ്മൾ ഷോക്കേസ് ചെയ്യാൻ പോവാണ്. വെറുതെ സീനായിട്ടിരിക്കുന്നതാണെന്നൊക്കെ അറിയാം, ബട്ട് ദാറ്റ്സ് ഓക്കെ. അത് എഡിറ്റിംഗിൽ നീ പിടിക്കില്ലടാ. എടാ എഡിറ്റ് ചെയ്ത പിള്ളേരൊക്കെ ഒന്ന് സുന്ദരികളാക്കണം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അത് പേടിക്കണ്ട. ഓക്കെ ഗായ്സ്, സോ ടേക്ക് 5 minute ബ്രേക്ക്. ഓക്കെ, 5 minute ബ്രേക്ക്. വേഗം സെറ്റ് ആവുക. ഞാൻ പിക്ക് ചെയ്യുന്നവര് വന്ന് ഡാൻസ് കളിച്ചിട്ട് പോവുക. ഓക്കെ, ആരും മുങ്ങരുത് പരിപാടി കഴിഞ്ഞു വിചാരിച്ചിട്ട്. ഓക്കെ. എത്ര വയസ്സുണ്ട്? 10 വയസ്സുള്ളൂ. ഇനി ആരുണ്ട് ഞങ്ങളുടെ കൂടെ ഏറ്റുമുട്ടാൻ? ചോദിക്കേ, ആരുണ്ട്? ആരുണ്ട്? നമുക്കൊന്ന് ഒറ്റയ്ക്ക് ചെയ്താലോ? ഹലോ, എൻ്റെ പേര് ശ്രുതി. എൻ്റെ വീട് പെരുമ്പാവൂരാണ്. ഞാൻ ഇവിടുത്തെ സ്റ്റുഡൻ്റാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ വന്നിരുന്നു. അപ്പോൾ ഈ വർക്ക്ഷോപ്പിന് വരാൻ പറ്റി. നല്ല രസമുണ്ട്. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ ചേച്ചിയുടെ ഞാൻ അറിഞ്ഞ ഉടനെ ഞാൻ ഒന്നും നോക്കില്ല, ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് അപ്പം തന്നെ രജിസ്ട്രേഷൻ ചെയ്തു വന്നിട്ടാണ് വീട്ടിൽ ഞാൻ പറഞ്ഞത്. അപ്പം ഇവിടെ വന്നിട്ട് തന്നെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്. പിന്നെ ഹോൾ ക്രൂ ഭയങ്കര എനർജറ്റിക് ആണ്, ഫുൾ പവർ ഓൺ ആണ്. പിന്നെ അടിപൊളി കൊറിയ ആയിരുന്നു. പിന്നെ ഈ 3 hours പെട്ടെന്ന് പോയി. നമ്മൾ ഒട്ടും എന്താ പറയുക, ബോറടിച്ചില്ല. എന്താണെന്നറിയില്ല, പുള്ളിക്കാരിക്ക് ഭയങ്കര എനർജിയാണ്. ഞങ്ങൾക്കൊന്നും ആ എനർജി ഇല്ല. സത്യം പറഞ്ഞാൽ വർക്ക് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വർക്ക്ഷോപ്പിന് വന്നത്. വർക്ക്ഷോപ്പ് അടിപൊളിയായിരുന്നു, ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. മേ ബി ഞാൻ ചിലപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യുമായിരിക്കും. താങ്ക് യു. സോ ഗൈസ്, നമ്മുടെ വർക്ക്ഷോപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം 3 മണിക്കൂർ വർക്ക്ഷോപ്പ് പറഞ്ഞ് 4-4.5 മണിക്കൂറിലേക്കാണ് പോയത്. അതിൻ്റെ അകത്ത് കയറിയിട്ട് സമയം പോകുന്നുണ്ടോ ഒന്നും അറിഞ്ഞില്ല. എൻ്റെ ക്രൂതാ മക്കളെ, എന്താണിത്? ജീവ എങ്ങനെയുണ്ടായിരുന്നടാ എക്സ്പീരിയൻസ്? മൈക്കൊന്നുമില്ല ഇവിടെ തന്നെ ഇടയ്ക്കറിയിക്കണത്. അതെ, അറിയിപ്പോ മൈക്ക് ഉണ്ടോ രാമുട്ട? ആ അതെ അതെ അതെ, പറയൂ ഗൈസ്. പറയൂ മക്കളെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അവിടെ വെക്കും, മൈക്ക് പേടിയോ നിനക്കൊക്കെ? നീ പറയടി. അനിമോനെ പറയടാ. ഇവനെ ഞാനില്ലേ പരിചയപ്പെടുത്തില്ല, ഇരുന്ന് പരിചയപ്പെടുത്തി. ഇവനാണ് ഇല്ലടാ, തലേ ദിവസത്തെ ഉണ്ട്, അതുകൊണ്ട് നീ തന്നെയാണ്. അപ്പൊ ഏതാ നല്ലത് നോക്കിയിട്ട് നീ എഡിറ്റ് ചെയ്തിട്ടോട്ടെ. അപ്പൊ ഇതാണ് നമ്മുടെ എഡിറ്റർ. അപ്പൊ ഇന്ന് നമ്മുടെ ഫോട്ടോഗ്രാഫർ ആയിരുന്നു, വീഡിയോഗ്രാഫർ ആയിരുന്നു, പിന്നെ ഷോക്കേസിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡാൻസറാണ്. എല്ലാം കൊണ്ടൊരു സകലകല വല്ലഭനാണ് ഈ ഇരിക്കുന്നത്. ഇങ്ങനെ ഡൗൺ ടു എർത്ത് ആയിട്ടൊന്നും വിചാരിക്കണ്ട കേട്ടോ, നല്ല കഴിവുള്ള കുട്ടിയാണ്. യാ, ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ എക്സ്പീരിയൻസ്? എന്തെങ്കിലും പറയണ, വെറുതെ ആണെങ്കിലും ഒന്ന് പറയടാ. അതെ, എന്താണോ നിനക്ക് പറയാനുണ്ടോ വല്ലതും? എല്ലാരും ഡാൻസർ ഫോളോ ചെയ്യാ. നല്ല ഒരു വർക്ക്ഷോപ്പ് ആയിരുന്നു. എല്ലാ കുട്ടികളും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അതെ, കുട്ടികളെ കുറിച്ച് എന്താ അഭിപ്രായം നിനക്ക്? കുട്ടികള് ഞാൻ പ്രതീക്ഷ പോലല്ല, എല്ലാരും പെട്ടെന്ന് പഠിച്ചു. ശരി, അടിപൊളിയായിരുന്നു. എല്ലാരും പെട്ടെന്ന് പഠിച്ചു. നമുക്ക് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. സോ താങ്ക് യു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വർക്ക്ഷോപ്പും വ്ളോഗും. സോ അവിടെ വേറെ ഉണ്ട്. അപ്പോ അയ്യോ അതെ, കുറച്ച് അൺപ്രൊഫഷണൽ വിചാരിക്കണം കേട്ടോ. ഇവിടെ ഒരാള് അതിനിടെ ഓണത്തിനിടക്ക് പൂട്ട് കച്ചവടം എന്ന് പറയണ പോലെ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതെ ബിരിയാണി ഞാനിപ്പാ ഫുഡ് കഴിക്കുന്നത്. അതെ അതെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് അവസാനം പാവം. അതെ അതെ എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ട് അവസാനം ബാക്കി വന്ന food ആണ് കഴിക്കുന്നത്. പാവം. അപ്പൊ ഇത് നമ്മുടെ റിസപ്ഷനിസ്റ്റ്, നമ്മുടെ ഓൾ ഇൻ ഓൾ കോർഡിനേറ്റർ, ഓണർ, ഫൗണ്ടർ രാമേന്ദ്രൻ ആരാടാ? ഇത് കഴിക്കാൻ എന്തെങ്കിലും പറയാനുണ്ടോ? മൂന്നാമത്തെ ബിരിയാണിയാണത്. ഓക്കെ ഗായ്സ്, അപ്പൊ ഇനി പറയാൻ എനിക്ക് ആംബിയറില്ല, കാരണം പറഞ്ഞില്ലേ ഭയങ്കര പനിയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞപ്പോ കുറച്ച് തലവേദനയൊക്കെ എടുക്കുന്നുണ്ട്. സോ എവിടെയെങ്കിലും പോയി റെസ്റ്റ് എടുക്കട്ടെ ഗായ്സ്, ഞാൻ വീട് പോകും. സോ താങ്ക് യു ഗായ്സ്. അപ്പോ എല്ലാരും ഒന്നുകൂടെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. സോ ടാറ്റാ. എടോ ടാറ്റ പറഞ്ഞോടാ. പിന്നെ അവിടെ പറഞ്ഞു ഇവിടെ കുറെ കമന്റ് അതിന്റെ ആവശ്യമില്ല. ബൈ ഗായ്സ്, ബൈ ബൈ. കട്ട് കട്ട് കട്ട്.